ആത്മസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരും. രാവും പകലും എന്നതുപോലെ തന്നെ. എന്നാൽ ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ദുഃഖത്തെ നാം സ്വാഗതം ചെയ്യേണ്ടതായി വരും. അത്തരം സന്ദർഭങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുണ്ടാകുമ്പോൾ നമ്മൾ സമനില പാലിക്കാൻ കൂടി അഭ്യസിക്കണം. അതിനുള്ള വിദ്യയാണ് സർവ ദുഃഖങ്ങളെയും സഹിക്കാനും അതിനെ നിർവീര്യമാക്കാനും ആത്മവിദ്യ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കവി പറയുന്നത് കേൾക്കും. ഒട്ടും നനച്ചിരിക്കാതെ ചുട്ടുനോവേറ്റി ദുഃഖം തിളയ്ക്കും. അധ്യാത്മവിദ്യയാൽ അല്ലാതെ ആറില്ല നീറും മനക്ലേശമാർക്കും. നേറിക്കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ക്ലേശം ആറണമെങ്കിൽ അധ്യാത്മവിദ്യ അഭ്യസിക്കുക തന്നെ വേണം. ഒട്ടും നനച്ചിരിക്കാതെ ചുട്ടുനോവേറ്റി ദുഃഖം തിളയ്ക്കും. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ വന്നു ചേരുക സ്വാഭാവികമാണ്. ഒരു കോളേജ് പ്രൊഫസർ, അവരുടെ ഭർത്താവും ഏകപുത്രനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുത്രൻ വളർന്ന് അവനൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കെ അതിനിടയ്ക്ക് ഭർത്താവ് അറ്റാക്കായിട്ട് മരണപ്പെട്ടുപോയി. പിന്നെ അമ്മയും മകനും ആ വീട്ടിൽ നേറുന്ന വേദനയുമായി ഭർത്തൃവിരഹ ദുഃഖം സഹിച്ചുകൊണ്ട് അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം മകന് ഇൻ്റർവ്യൂവിന്, ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിന് ഒരു കാർഡ് വന്നു. ആ കാർഡിൽ പ്രകാരം അവൻ അതിന് സ്വന്തം ബൈക്കെടുത്ത് പോവുകയായിരുന്നു. അധികം ദൂരത്തല്ലാത്ത ഒരു സ്ഥലത്താണ്. അങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഭാരം ഏറ്റി വരുന്ന ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയും ആ മകൻ തൽക്ഷണം ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. വാർത്തയറിഞ്ഞ് ആ അമ്മയുടെ ഈ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഭർത്തൃവിരഹ ദുഃഖം സഹിക്കാൻ കഴിയുന്നതിന് മുമ്പേ തന്നെ പുത്രമരണ ദുഃഖവും അവർ ഏൽക്കേണ്ടി വരുന്നു. പിന്നീടുള്ള കാലം അവരുടെ മാനസികമായ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത്തരത്തിലുള്ള എത്രയോ വ്യക്തികളെ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കും. അവരെ സാന്ത്വനപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. ആത്മവിദ്യ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുഃഖത്തെ സഹിക്കാൻ അവർക്ക് സാധിക്കും. ആത്മവിദ്യ കൊണ്ട് മാത്രമേ ജനന മരണങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ. എന്താണ് ജനനമെന്നും എന്തിനാണ് ജനനമെന്നും എന്താണ് മരണമെന്നും മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നും മനസ്സിലായി കഴിയുമ്പോൾ ജനന മരണങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. പിന്നെ ജീവിതം നന്നാക്കുകയാണ് വേണ്ടത്. ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ എങ്ങനെ ജീവിക്കാം എന്ന് ആത്മവിദ്യ നമ്മോട് ഉപദേശിക്കുന്നു. അധ്യാത്മവിദ്യ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ചുട്ടുനേറുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകാൻ സാധിക്കുകയുള്ളൂ. ഒട്ടും നനച്ചിരിക്കാതെ ദുഃഖം, ഒട്ടും നനച്ചിരിക്കാതെ ചുട്ടുനോവേറ്റി ദുഃഖം തിളയ്ക്കും. ചുട്ടുനോവ് ഏറ്റിക്കൊണ്ട് ദുഃഖം തിളച്ചു മറിയും. ഒട്ടും നനച്ചിരിക്കാതെ ചുട്ടുനോവേറ്റി ദുഃഖം തിളയ്ക്കും. അധ്യാത്മലബ്ധിയാൽ അല്ലാതെ ആറില്ല
നീറും മനക്ലേശമാർക്കും. ആത്മവിദ്യ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ദുഃഖത്തെ ശമിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ എന്തു കൊടുത്താലും എത്ര സാമീപ്യമുണ്ടായാലും ആ ദുഃഖത്തെ, നീട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തെ ശമിപ്പിക്കാൻ മറ്റൊന്നിനാലും സാധിക്കുകയില്ല. ആത്മവിദ്യ അഭ്യസിക്കൂ. ഇത്തരം ദുഃഖങ്ങളൊക്കെ വാസ്തവത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തോന്നും. പരീക്ഷിത്ത് മഹാരാജാവിനെ തക്ഷകൻ കടിച്ച് മരിക്കട്ടെ, 7-ാം ദിമ്മത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്ന ശാപം അവസാനം ഭാഗവത ശ്രവണത്തോടുകൂടി ഒരനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ഭാഗവതം ശ്രവിക്കാൻ സാഹചര്യം ഒരുക്കിയത് 7-ാമത്തെ ദിവസം തക്ഷകൻ കടിക്കട്ടെ എന്ന ശാപം കൊണ്ടാണ്. ആ ഭാഗവത ശ്രവണത്തിന് ശേഷം അദ്ദേഹത്തിന് താൻ മരിക്കുന്നില്ല എന്നും തൻ്റെ ദേഹത്തെ മാത്രമാണ് അതിനാൽ നാം ഒട്ടും നനച്ചിരിക്കാതെ ചുട്ടുനോവേറ്റി ദുഃഖം തിളയ്ക്കും. അധ്യാത്മലബ്ധിയാൽ അല്ലാതെ യാറില്ല നീറും മനക്ലേശമാരും.